അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ആപ്ലിക്കേഷൻ്റെ വിഡ്രോവൽ സെഷനാണ് ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ വിഡ്രോ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാനൊരു 1500 രൂപ നിങ്ങളുടെ മുന്നിൽ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ പ്ലീസ് ചൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ആ പ്ലീസ് ചൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ നിന്ന് കൊടുത്ത് കൺഫേം ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് തന്നെ വരും. വിഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7:50 മുതൽ അഥവാ 7:50 മുതൽ രാത്രി 7:50 വരേൻ്റെ ഉള്ളിലുള്ള ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് ഒറ്റ വിഡ്രോവൽ 50,000 രൂപയാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതോടൊപ്പം തന്നെ മിനിമം വിഡ്രോവൽ വരുന്നത് 200 രൂപ. നമ്മൾ പൊതുവേ ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ കണ്ടുവരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, സെയിം പ്ലാറ്റ്ഫോം പോലെയാണ് ഇതിൻ്റെ. പക്ഷേ ഇതിൽ 5% ആണ് വിഡ്രോവൽ ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിവിടെ എൻ്റെ എമൗണ്ട് അടിക്കുകയാണ്. ജസ്റ്റ് ഒരു 1500 രൂപയാണ് ഞാൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിഡ്രോ നൗ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ പ്ലീസ് ചൂസ് ബാങ്ക് ഉണ്ട്. ജസ്റ്റ് ഞാൻ എൻ്റെ ബാങ്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വിഡ്രോവൽ നൗ ഓക്കെ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് കാണാം. എൻ്റെ അക്കൗണ്ടിൽ 1500 രൂപ ഉണ്ടായിരുന്നു, അതിപ്പോൾ 0 ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ടെലഗ്രാമിൽ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റും ഇട്ടുതരാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ മണി ഏൺ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. മാത്രമല്ല ഇതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ നല്ല രീതിയിൽ മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നിരവധി ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലെല്ലാ വീഡിയോസിൻ്റെയും വിഡ്രോവൽ പ്രൂഫുകൾ അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലായ്പ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിലാണ്. അതുകൊണ്ടാണ് ഞാനതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള സപ്പോർട്ടുകളൊക്കെ ടെലഗ്രാമിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുള്ള കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനിവിടെ സെൻറ്ററത്തെ റെഡ് ബുൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് റെഡ് ബുള്ളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റാണ്. പക്ഷേ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ ഏൺ ചെയ്യാം, ഇവർ ഇങ്ങനത്തെ വരുന്ന ആപ്ലിക്കേഷന് എങ്ങനെയാണ് ഏൺ ചെയ്യുക. പല യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ പലയിടുന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ആപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു അവൈലബിൾ ആയിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോബിലിറ്റി അതോടൊപ്പം തന്നെ റെഡ് ബുള്ള് ഏൺ ബൈ ഹവർ എന്നുള്ള ഒരു 3 ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 500 രൂപ നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഇൻകം 378 രൂപ വെച്ചിട്ട് 37 ദിവസം 14,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏറ്റവും ചെറിയ പ്ലാൻ അച്ചീവ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പ്ലാൻ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ മറ്റ് 2 പ്ലാനുകൾ നമുക്ക് ആക്റ്റീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിലെ വലിയ പ്ലാൻ എന്ന് പറയുന്നത് ഏകദേശം 52,000 ആണ്. 52,000 നമ്മൾ റീചാർജ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 99,96,571 രൂപ 28 ദിവസം. ഒരിക്കലും നിങ്ങൾ ഇതിൽ വലിയ എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക. ഇതിലേറ്റവും ചെറുത് മാത്രം ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഡ് ബുൾ എന്നുള്ള 2ാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ആദ്യം കാണിച്ചു തരാം. പിന്നെ ഞാൻ ഓരോന്നും പർച്ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തരാം. ഓക്കെ, അതിനുശേഷം റെഡ് ബുൾ എന്നുള്ള ഓപ്ഷനായിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എമൗണ്ട് ആഡ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. 287 രൂപ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും അത് 445 രൂപയായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഏകദേശം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1175 ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും 2,346 അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ വലിയ പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഏൺ ബൈ ഹവർ.
അഥവാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഓരോ മണിക്കൂറിലും ട്രേഡ് ചെയ്തുകൊണ്ട് അതിൽ ഓരോ മണിക്കൂറിലും നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഏൺ ബൈ ഹവർ. ഏൺ ബൈ ഹവറിൽ 290 ഏറ്റവും മിനിമം. 290 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18 രൂപ വെച്ച് ഓരോ മണിക്കൂർ 18 രൂപ വെച്ച് 24 മണിക്കൂർ കൊണ്ട് അത് 450 രൂപയായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്ലാന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ ഓരോന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ ആദ്യത്തെ ഇതിലെ പ്ലാൻ ഇവിടെ ഇൻവെസ്റ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം പർച്ചേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് യെസ് കൊടുത്താൽ മതി. ആ ഒരു ഇത് കൺഫേമിലേക്ക് പോയിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ റെഡ് ബുള്ളിൻ്റെ ഒരു ഓഫേഴ്സ് ഉണ്ട്. ഞാനതിൽ ഫസ്റ്റത്തെയാണ് ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലിപ്പോൾ രണ്ടാമത്തെ പർച്ചേസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബട്ട് മൂന്നാമത്തേലും ഒരിക്കലും ഒന്നാമത്തേൽ വലിയ എമൗണ്ട് കൊണ്ടുപോയിടായിരിക്കുക. അത്തരം ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുള്ളൂ. പിന്നെ മൂന്നാമത്തേൽ വരുന്നത് ഏൺ ബൈ ഹവറാണ്. ഏൺ ബൈ ഹവറിലും ഞാനിവിടെ ഫസ്റ്റത്തെ ഇൻവെസ്റ്റ് നൗ എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ എൻ്റെ ബാലൻസ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനിതിൽ ഇത് രണ്ടും മാത്രമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഫൈനൽ പേജിലേക്ക് വരാം. ഫൈനൽ പേജിലാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഡെയിലി ബാലൻസ്, അതോടൊപ്പം തന്നെ ഇൻകം ടോട്ടൽ, അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള റീചാർജ് എമൗണ്ട്. ഇതിൽ റീചാർജ് എമൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. വലിയ എമൗണ്ട് അല്ല, ഒരു 65-70 രൂപയോളം കിട്ടുന്നുണ്ട്. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അതിലേക്ക് ബാക്കി എമൗണ്ട് മാത്രം ആഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് ഇതിലേക്ക് റീചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ ഇതിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് റീചാർജ് എന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാനുകളാണ് ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള 3 പ്ലാനുകളിൽ നിന്നും ആദ്യം നിങ്ങൾ ഏതൊക്കെ പ്ലാനുകളാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എത്ര രൂപയാണ് കറക്റ്റ് നോക്കിയിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ഇവിടെ റീചാർജിലുള്ള ബാലൻസ് നോക്കിയിട്ട് റീചാർജ് ടോട്ടൽ കണ്ടല്ലോ, അതിൽ ബാലൻസ് നോക്കിയിട്ട് അത് മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടുള്ളൂ. കറക്റ്റ് എമൗണ്ട് റീചാർജ് ചെയ്താൽ മതി. വെറുതെ കൂടുതൽ കൊണ്ടുപോയിട്ട് റീചാർജ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എത്രയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് എത്രയാണോ എങ്കിലും അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് 3 ഓപ്ഷൻസ് ഉണ്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് റീചാർജ് നെക്സ്റ്റ് എന്നുള്ളത് കാണിക്കാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് UPI വഴിയും നിങ്ങൾക്ക് ഇവിടെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ QR കോഡും മറ്റേതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ റീചാർജ് ചെയ്തെടുക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഞാനിവിടെ ഫൈനൽ പേജിലേക്ക് വന്നില്ല. ഫൈനൽ പേജിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ടും ചെറിയൊരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ലെവലിലൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 40% ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അവർ ഏൺ ചെയ്തതിൻ്റെ ഓക്കെ അത്രയാണ് ഉള്ളത്. പിന്നെ ലെവലുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ലെവൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഓർഡേഴ്സ്, അതോടൊപ്പം തന്നെ വിഡ്രോ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മുടെ വിഡ്രോവലിൻ്റെ പ്രൂഫ് കാണിച്ചാലോ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു. ബാങ്കിൻ്റെ വിഡ്രോവൽസിൽ ചെറിയ ഇഷ്യൂസ് കാരണം ഞാൻ വിഡ്രോവൽ കയറിയതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക, മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.